നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. റീസ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. നമ്മൾ ലോകവുമായിട്ട് ആശയവിനിമയം നടത്തുമ്പോൾ ആരാണ് ഈ ആശയവിനിമയം നടത്തുന്നത്? എന്താണ് ഈ ആശയവിനിമയത്തിന്റെ മാധ്യമം? ഈ മാധ്യമങ്ങൾ ഏതൊരു സ്റ്റേറ്റിലാവണം? ഇതെല്ലാമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ആധ്യാത്മികത എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ പലരും വിചാരിക്കും ഈ ശരീരത്തിൽ നിന്നും വേറിട്ട എന്തോ ഒരു കാര്യമാണ്, ഈ ലോകത്തു നിന്നും ശരീരത്തിൽ നിന്നും വേറിട്ടിട്ട്. അങ്ങനെയാണ് നമ്മളെ ധരിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ സാധാരണ ജീവിതത്തിൽ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന കാര്യമല്ല ആധ്യാത്മികത. അങ്ങനെയാണോ? സഹജമാർഗത്തിന്റെ ഗുരുനാഥനായിട്ടുള്ള ചാരുജി മഹാരാജ് പറഞ്ഞിട്ടുള്ളത് സ്പിരിച്വാലിറ്റി എൻകോംപാസസ് എവറിത്തിങ് ആണ്. എല്ലാം ഇൻക്ലൂഡ് ചെയ്യും. എല്ലാത്തിൻ്റെയും എസെൻസ് ആണ് സ്പിരിച്വാലിറ്റി. വളരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ ശരിക്കും സ്പിരിച്വാലിറ്റി ലോകത്തിൽ എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു, ശരീരം എങ്ങനെ ഉപയോഗിക്കുന്നു, മനസ്സ് എങ്ങനെ ഉപയോഗിക്കുന്നു, ശരീരത്തിന് ആധാരമായിട്ടുള്ള മനസ്സ് എങ്ങനെ ഉപയോഗിക്കുന്നു, ഈ മനസ്സിന് ആധാരമായിട്ടുള്ള ആത്മാവ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, എന്താണ് അതിൻ്റെ ലക്ഷ്യം, ഇത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക. ഇതെല്ലാം ശരീരങ്ങൾ തന്നെയാണ് എന്ന് ലാലാജി മഹാരാജ് പറഞ്ഞു. നമ്മൾ ആത്മാവ് എന്ന് പറയുമ്പോൾ അത് ശരീരമല്ല, അത് വ്യത്യസ്തമായിട്ടുള്ള ഒരു സാധനമാണ് എന്നുള്ള ചിന്തയിലാണ് നമ്മൾ സാധാരണ ജീവിക്കുന്നത്. അപ്പോൾ ലാലാജി മഹാരാജ് നിരന്തര സത്യത്തിന് കാരണ ശരീരം, ഇറ്റ്സ് എ ബോഡി, അതുകൊണ്ട് സോളും ഡിവിസിബിൾ ആണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ലാലാജി മഹാരാജ് അറിവിനെ
ഈ ലോകത്തിൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന അറിവില് അതിന്റെ ബേസിൽ ആൾക്കാരെ ഡിവൈഡ് ചെയ്തു. ഈ ലോകവും ഈ ശരീരവും അതിൽ മാത്രം തങ്ങി നിൽക്കുന്ന, അതാണ് പ്രധാനമെന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത്. അതിനപ്പുറം ഒന്നുമില്ല, ഇതാണ് പ്രധാനം എന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ശരീരത്തെക്കുറിച്ച് അറിയില്ല, ലോകത്തിനെ കുറിച്ച് അറിയില്ല, അതിന്റെ എസെൻസിനെ കുറിച്ച് അറിയില്ല. നമ്മൾ ഈ ശരീരം ഉപയോഗിക്കുന്നു, ഈ ശരീരം എന്താണ്, ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇത് ഇല്ലാത്ത സമയത്ത് എന്തായിരുന്നു, ഇനി ഇത് ഇല്ലാതെയാവുന്ന സമയത്ത് എന്തായി തീരും. ഈ ശരീരം മാറുമ്പോൾ പുതിയ പുതിയ ശരീരങ്ങൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് അത് പഴയ പോലെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ആ ഒറിജിനൽ ആയിട്ടുള്ള ആ സിലബസ് എങ്ങനെയാണ് പുതിയ ശരീരങ്ങളിലൂടെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു ഏകദേശം 11 മാസം കഴിയുമ്പോൾ ബോഡി മാറുന്നു എന്നാണ് സയൻസ് തന്നെ പറയുന്നത്. മാറിക്കൊണ്ടിരിക്കുന്ന ബോഡിയിലൂടെയും പുറത്തേക്ക് വരുന്നത് ഒരേ കാര്യം തന്നെ. നമുക്കങ്ങനെ പറ്റുമോ? നമ്മളൊരു ഇൻസ്ട്രുമെന്റ് മാറ്റി വേറൊരു ഇൻസ്ട്രുമെന്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ, ഒരു കമ്പ്യൂട്ടർ മാറ്റി വേറെ കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നു, ഈ സോഫ്റ്റ്വെയർ ഒക്കെ അതിലേക്കിടണം. കണ്ടിന്യൂസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാം ഉള്ളിലുണ്ട്, സോഫ്റ്റ്വെയർ പ്രോഗ്രാം. അപ്പൊ അതേക്കുറിച്ച് മനസ്സിലാക്കാത്ത ശരീരത്തിൽ മാത്രം നിൽക്കുന്ന വ്യക്തികൾ, അവരെ മൂഢന്മാർ എന്നാണ് ലാലാജി മഹാരാജ് വിളിച്ചത്. മൂഢന്മാർ, ബുദ്ധിഹീനന്മാർ. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കണം, ഈ ഗ്രൂപ്പിൽ പെട്ടവരാണ് മെജോറിറ്റി ആൾക്കാർ. അല്ല, ഈ ശരീരത്തിന്റെ അപ്പുറം ഒരു മനസ്സുണ്ട്. മനസ്സിന്റെ പ്രവർത്തനങ്ങളാണ് പ്രധാനം. മനസ്സിനെ ശാന്തമാക്കുക, മനസ്സിനെ ഉയർത്തുക, മനസ്സിന്റെ ചിന്തകളെ വികസിപ്പിക്കുക, ക്രിയേറ്റീവ് ടാലന്റിനെ വികസിപ്പിക്കുക, മനസ്സിനെ പോഷിപ്പിക്കുക, സ്ട്രെസ് റിലീഫ് വരിക. ഇങ്ങനെ ഒരു വിശാലമായിട്ടുള്ള വേറൊരു ഗ്രൂപ്പ്. ശരീരത്തിന്റെ അസുഖങ്ങളുടെ അടിസ്ഥാനം മനസ്സാണ്, സൈക്കോസൊമാറ്റിക് ഡിസീസസ്. പക്ഷേ മനസ്സിനെ കുറിച്ച് അറിയില്ല. എന്താണ് മനസ്സ് എന്ന് വെച്ചാൽ, ഈ മനസ്സെങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം? ഈ മനസ്സ് മാറിക്കൊണ്ടിരിക്കുന്നു. ഈ മാറിക്കൊണ്ടിരിക്കുന്ന മനസ്സിലൂടെ മാനിഫെസ്റ്റ് ചെയ്യുന്ന എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി മാറിക്കൊണ്ടിരിക്കുന്ന സോഫ്റ്റ്വെയർ പ്രോഗ്രാമിലൂടെ ഒറിജിനലായിട്ട് വേറൊരു പ്രോഗ്രാം വരുന്നു. അപ്പൊ മനസ്സിന്റെ വ്യതിയാനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അത് ഉപയോഗിക്കുന്ന അതിനേക്കാളും മുകളില് ഒരു തത്വമുണ്ട്. അത് മനസ്സിലാവാതെ മനസ്സിനെ മാത്രം ഉപയോഗിക്കുന്ന, മനസ്സിന്റെ ചലനങ്ങളുടെ പുറകെ പോകുന്ന ആൾക്കാർ ഫിക്കിൾ മൈൻഡഡ് എന്നാണ്, ചഞ്ചൽ എന്നാണ് ലാലാജി മഹാരാജ് ക്ലാസ്സിൽ പേരിക്കുന്നത്. അവരും ഇഗ്നോറന്റിന്റെ ഗ്രൂപ്പിൽ, അജ്ഞാനത്തിന്റെ ഗ്രൂപ്പിൽ പെടുന്നു. ഇനി മനസ്സ് മാത്രമല്ല, ഒരു ആത്മാവുണ്ട് എന്ന് തിരിച്ചറിയുന്നവർക്കാണ്. അവര് ആത്മാവിനെ കുറിച്ച് മനസ്സിലാക്കുന്നു, ശാന്തിയെ കുറിച്ചിട്ട്, പീസിനെ കുറിച്ച്, സമാധാനത്തെ കുറിച്ച് മനസ്സിലാക്കുന്നു. മനസ്സമാധാനം, സെറ്റിൽഡ് ആയിട്ടുള്ള അവസ്ഥ. അപ്പൊ അവര് ഹിംസ നടത്തുന്നില്ല, വേദനിപ്പിക്കുന്നില്ല. ഒരു പീസ് അനുഭവിക്കണം, ശാന്തമായിട്ടിരിക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. സാത്വികമായിട്ടുള്ള ആൾക്കാർ, അവർക്ക് അതിന്റെ എഫക്റ്റ് അറിയാം. ആത്മാവില് സെറ്റിൽഡ് ആകുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റ് അറിയാം. അവരെ സ്പിരിച്വൽ എന്ന് നമ്മൾ വിളിക്കുന്നു, സ്പിരിച്വാലിറ്റി പ്രാക്ടീസ് ചെയ്യുന്നത്. പക്ഷെ എന്താണ് അതിന്റെ ലക്ഷ്യം? ഈ ആത്മാവിലേക്ക് വരുന്ന ഈ അറിവ് എവിടുന്ന് വരും? ആത്മാവിലൊരു പ്രോഗ്രാം ഉണ്ട്. അതൊരു ശരീരം എടുത്ത് വേറെ ശരീരത്തിലേക്ക് പോകുമ്പോൾ, നമ്മൾ മരണത്തിനെ പറ്റി ആലോചിക്കണ്ട, ഈ ബോഡി ഇങ്ങനെ ട്രാൻസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രോഗ്രാം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ഇൻസ്ട്രുമെന്റ് ആണ് മനസ്സ്, അതിന്റെ ഉള്ളിലുള്ള സോഫ്റ്റ്വെയർ പ്രോഗ്രാം മാറിക്കൊണ്ടിരിക്കുന്നു. മനസ്സ് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഈ പ്രോഗ്രാം മാറുന്നു. ഇതിങ്ങനെ ശരീരത്തിലുള്ള പോകുന്നു. ഇപ്പൊ കുട്ടിക്കാലത്തുള്ള പ്രോഗ്രാം അല്ല പ്രായമാകുമ്പോൾ. ഇപ്പോൾ ആത്മാവില് അതിന്റെ കാരണ ശരീരത്തിൽ വ്യത്യാസങ്ങൾ, സീഡിൽ മാറ്റങ്ങൾ, അതിന് സ്വയം മാറാൻ സാധിക്കില്ല. മനസ്സിന്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് അവിടെ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അത് ഒരു ഡയമെൻഷൻ വേറെ ഡയമെൻഷൻ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സ്വഭാവ ഗുണങ്ങൾ അനുസരിച്ചിട്ട് സ്ഥൂല ശരീരം, ബോഡിയും മനസ്സും എല്ലാം ഉപയോഗിക്കുന്ന അനുസരിച്ച് സോള് പല പല വൈബ്രേറ്ററി തലത്തിലേക്ക് പോകുന്നു. ഗ്രാവിറ്റിയിൽ ഒരു വസ്തു മുകളിലേക്കും താഴേക്കും പോകുന്നത്, ബലൂൺ മുകളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ താഴേക്ക് വരുന്നു. അതിന്റെ കണ്ടന്റ് അനുസരിച്ചിട്ടാണ്. ഹൈഡ്രജൻ ബലൂൺ മുകളിലേക്ക് പോകുന്നു, സാധാരണ കാറ്റ് നിറച്ച ബലൂൺ മുകളിലേക്ക് പോകില്ല. അതുപോലെയാണ് ആത്മാവിന്റെ യാത്ര. അങ്ങനെയുള്ള ഒരു ആത്മാവിനെ പറ്റിയിട്ട് എന്താണ്, ആത്മാവ് എന്താണെന്ന് അറിയില്ല, ആത്മാവിനെ കുറിച്ച് ജ്ഞാനമില്ല. ആത്മാവും ട്രാൻസെൻഡ് ചെയ്യേണ്ട കാര്യമാണ്. അവരെ ലാലാജി മഹാരാജ് അജ്ഞാനികൾ എന്ന്, ഇഗ്നോറന്റ്.
ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയില് ജ്ഞാനം എന്ന് പറയുമ്പോൾ ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്രത്തിനെ കുറിച്ചും അറിവുള്ളവൻ എന്നാണ് പറഞ്ഞത്. ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞ ഒബ്സർവർ, ക്ഷേത്രം എന്ന് പറഞ്ഞ ഫീൽഡ്. നമ്മൾ ഒബ്സർവറിനെ പറ്റി ചിന്തിക്കുന്നു, ഒരു ഒബ്സർവർ ഉണ്ടെന്ന് മനസ്സിലാവും. ഈ ഒബ്സർവറും ഫീൽഡും മനസ്സിലാക്കിയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഉണ്ട്. ഒബ്സർവർ ആവണോ ഫീൽഡ് ആണോ? ഒബ്സർവർ വന്നാൽ അവിടെ ഫീൽഡ് ഉണ്ട്. ഫീൽഡ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ഒബ്സർവർ ഉണ്ട്. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ലോകം ഉണ്ടെങ്കിൽ അതിന്റെ അടിയിൽ ഒരു ഒബ്സർവർ ഉണ്ട്. ഒരു ഒബ്സർവർ ഉണ്ടെങ്കിൽ അതിന് ക്ഷേത്രം വേണം. എവിടെ നിൽക്കുന്നു മാത്രമേ വ്യത്യാസമുള്ളൂ, പക്ഷെ ഇത് രണ്ടും കമ്പൈൻഡ് ആണ്. അപ്പൊ ഇതിനപ്പുറം റെഗുലേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്. അവിടെ മെർജ് ചെയ്തിട്ട് അവിടെ നിൽക്കുക. മനസ്സിന്റെ അപ്പുറം, മനസ്സിനെയും കൂടി ട്രാൻസെൻഡ് ചെയ്ത, ആത്മാവിനെയും കൂടി ട്രാൻസെൻഡ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്. ആത്മാവിനെ പറ്റി അറിഞ്ഞു. അപ്പൊ ആത്മൻ ആവണോ ബ്രഹ്മൻ ആവണോ? ബ്രഹ്മനും ആത്മനും ഒന്ന് തന്നെയാണ്. ഒന്ന് മൂവ് ചെയ്യുന്നതും വളരുന്നതും ആത്മൻ, മറ്റത് ചിന്തിക്കുന്നതും വളരുന്നു, എക്സ്പാൻഡ് ചെയ്യുന്നു. രണ്ടും മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് അപ്പുറം മൻ ആണ് രണ്ടും. ബ്രഹ്മനും ആത്മനും മനസ്സ് എന്നുള്ള ഒരു വാക്കും തന്നെയാണ് ഉണ്ടാവും. അപ്പൊ അതിനപ്പുറം ഉള്ള മനസ്സിന്റെ, ബ്രഹ്മന്റെയും ആത്മന്റെയും എല്ലാത്തിനും അപ്പുറമുള്ള ഒരു സ്റ്റേറ്റ്. അവിടെ നോളജ് ഉണ്ടോ എന്ന് വെച്ചാൽ നോളജ് ഇല്ല. ബാബുജി മഹാരാജ് കംപ്ലീറ്റ് ഇഗ്നോറൻസ് എന്ന് പറയും. പക്ഷേ നോളജിന്റെ ഉറവിടമാണ്. എന്ത് വേണമെങ്കിൽ ആവാം. ആ ഒരു സ്റ്റേറ്റിൽ എത്തുമ്പോൾ ഈ ലോകത്തിലെ എല്ലാ ഡയമെൻഷനിലും ആശയവിനിമയം നടത്താൻ സാധിക്കുന്നു. അങ്ങനെയുള്ള മഹത് വ്യക്തികളുടെ ജീവിതം എമുലേറ്റ് ചെയ്യാൻ മറ്റുള്ളവർ ശ്രമിക്കുന്നു. അവരുടെ ജീവിത രീതി ആചാരങ്ങളായിട്ട് മാറുന്നു. പല ആചാരങ്ങളും വന്നത് ഇങ്ങനെയുള്ള മഹത് വ്യക്തികളുടെ ജീവിതം കണ്ടിട്ട് അത് രേഖപ്പെടുത്തണം. അവരെപ്പോഴാണ് നീട്ടിരുന്നത്, അവരെങ്ങനെയാണ് പ്രാർത്ഥിച്ചിരുന്നത്, അവരെങ്ങനെയാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. പക്ഷെ അത് എമുലേറ്റ് ചെയ്യണമെന്ന് നമ്മൾ അവിടെ എത്തണം. അവർ ചെയ്യുന്ന പ്രവൃത്തികൾ നമുക്ക് എമുലേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ എത്രയോ വിവാഹങ്ങൾ കഴിച്ചു, നമുക്ക് അതിന് വിവാഹം കഴിക്കാൻ പറ്റും. ഞാൻ ഭഗവാൻ ശ്രീരാമൻ അങ്ങനെ ഒരു വിവാഹമേ കഴിച്ചിട്ടുണ്ട്. ചില മാസ്റ്റേഴ്സ് വിവാഹമേ കഴിച്ചിട്ടില്ല. അപ്പൊ ഏതാണ് ശരി? വിവാഹം കഴിക്കാതിരിക്കണോ, വിവാഹം കഴിക്കണോ, അതോ കുറെ വിവാഹം കഴിക്കണോ? നമുക്കറിയില്ല. അപ്പൊ അതേക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. നമ്മൾ അവിടെയായിട്ട് മെർജ് ചെയ്യുമ്പോൾ നമുക്ക് ഈ കൺഫ്യൂഷൻസ് ഇല്ലാണ്ടേ മാറും. അവരിതെല്ലാം ട്രാൻസെൻഡ് ചെയ്തവരാണ്. ആ ഒരു സ്റ്റേറ്റിനെ കംപ്ലീറ്റ് ഇഗ്നോറൻസ് എന്ന് പറയും. അവരുടെ ജീവിതമാണ് നമ്മൾ ഈ ലോകത്തിൽ ആചാരങ്ങളായിട്ട് കാണുന്നത്. നമ്മൾ റിച്വൽസിനെ കുറിച്ചാണ് പറയുന്നത്. ആശയവിനിമയത്തിന്റെ എക്സ്പ്രഷൻസ് ആണ്. ശാരീരികമായുള്ള എക്സ്പ്രഷൻസ്, ശബ്ദം കൊണ്ടുള്ള എക്സ്പ്രഷൻ, ഇതൊക്കെയാണ് റിച്വൽസ് ആയിട്ട് മാറുന്നത്. ആ എക്സ്പ്രഷൻസ് ഒക്കെ ശരിക്കും ഈ തരത്തിൽ ഓരോ ലെവൽസിൽ തുരിയാവസ്ഥ, മർജർ വന്നിട്ടുള്ള വ്യക്തിത്വങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് ആയിരുന്നു. പ്യൂർ ആയിട്ടുള്ള ആ മർജർ വന്നിട്ടുള്ള ക്ഷേത്രജ്ഞയും ക്ഷേത്രവും ട്രാൻസെൻഡ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ലൈഫ്, മഹാത്മാക്കളുടെ മാസ്റ്റേഴ്സിന്റെ ലൈഫ്, അവര് എല്ലാ മേഖലകളിലും എപ്പോഴും ഫോളോ ചെയ്യപ്പെടുന്നു. യദ്യത് ആചരതി ശ്രേഷ്ഠ തത്തദേവേതരോ ജന എന്നാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെയുള്ള ശ്രേഷ്ഠന്മാരെ ആചരിക്കുന്ന ലോകം ആചരിക്കുന്നു എല്ലാ ഡയമെൻഷനിലും. ഇപ്പൊ നമ്മൾ റിച്വൽസ് നോക്കിയാലറിയാം, എല്ലാം ഭഗവാൻ കൃഷ്ണനോ, ഭഗവാൻ രാമനോ, നബിയോ, ക്രൈസ്റ്റോ, എല്ലാ വിഭാഗങ്ങളും അത് ഫോളോ ചെയ്യുന്നു. അവർക്ക് അതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാണ്ടാവും. പക്ഷെ അവരവരുടെ മേഖലയിലേക്ക് അത് ചുരുക്കുന്നു. ഇതെല്ലാം നമ്മൾ ട്രാൻസെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ആദ്യം നടത്തുന്നത് ഉള്ളിലുള്ള യാത്രയാണ്. ഉള്ളിലെ യാത്ര നമ്മൾ നടത്തുമ്പോൾ പുറമേയുള്ള റിച്വൽസിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവും. പുറമേണ്ടായിട്ടുള്ള എക്സ്പ്രഷൻസിന്റെ ഇമ്പോർട്ടൻസ് വെച്ചാൽ തർക്കങ്ങളില്ലാണ്ടേ മാറും. അതുകൊണ്ടാണ് സ്പിരിച്വാലിറ്റിയാണ് എല്ലാവരെയും യോജിപ്പിക്കുന്നത് എന്ന് ബാബുജി മഹാരാജ് പറഞ്ഞത്. ശരിയായിട്ടുള്ള സ്പിരിച്വാലിറ്റി. ഇത്രയും പറഞ്ഞുകൊണ്ട് വീണ്ടും ഹാർട്ട്ഫുൾ സിസ്റ്റത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അടുത്ത സെഷൻ വരേക്ക് വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.